ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണമൊന്നുമല്ല, ഈ കുട്ടികൾ നമ്മളെ വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല. എവിടെയെങ്കിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ഒരേ വാശിയാണ്. അങ്ങനെ ശരി, വെക്കേഷനൊക്കെ അല്ലേ, എന്നാൽ പിന്നെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ എവിടെയാണെന്നൊന്നും നിശ്ചയമില്ല. ശരി, കുട്ടികളുടെ വാശിക്ക് ഞങ്ങൾ കയറി അങ്ങനെ പോയി. ആദ്യം ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നുള്ള നിശ്ചയമില്ലാതെ ശരി, ആദ്യം പെട്രോൾ അടിച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിലൊക്കെ പോയി പെട്രോൾ അടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ എവിടെ പോകണമെന്നറിയാതിരിക്കുമ്പോഴാണ് ശരി, വല്ലാത്ത വിശപ്പ്. എങ്കിലെന്നാൽ വൈകയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ചിക്കൻ കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഈ ഹോട്ടലിലേക്ക് കയറി, ഹോട്ടലിലെ ലൈറ്റ്. അങ്ങനെ അവിടെ ചെന്നു. അവിടെ നോക്കുമ്പോൾ ഒരു കുഞ്ഞുങ്ങളെപ്പോലും കാണുന്നില്ല. ശരി, ഏതെങ്കിലും ഒരു സീറ്റിലിരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിരുന്നു. അപ്പോഴത്തേക്ക് ഇവൻ കിടന്ന് ഞാൻ ഓർഡർ ചെയ്യാമെന്നും പറഞ്ഞ് ഒരേ വാശി. ശരി, എങ്കിൽ നീ എടുത്ത് ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. അവനെടുത്തിട്ട് ഐസ്ക്രീം മതിയെന്ന് പറയുക. പിന്നെ ഐസ്ക്രീം അവൻ ഒട്ടും നമുക്ക് തരുന്നുമില്ല, അവൻ തന്നെ ഓർഡർ ചെയ്യാൻ. ഞാൻ പിന്നെ വാശി പിടിച്ച് ഇങ്ങനെ തരാനാ പറഞ്ഞ് കുറേ ഭീഷണിയൊക്കെ പെടുത്തിയിട്ടാണ് പിന്നെ അവൻ സൈ കേട്ട് എനിക്ക് അത് തന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോന്ന് ഓർഡർ ചെയ്തു. കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ആകെ ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അവസാനം ഞങ്ങളുടെ ഐറ്റംസൊക്കെ കൊണ്ടുവന്നു. എല്ലാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഹോട്ടലിൽ വരുന്നത്. അങ്ങനെ എല്ലാം കഴിച്ചു സന്തോഷമായിരിക്കുകയാണ്. വൈകിയാണെങ്കിൽ ആകെ ചിക്കൻ്റെ ആശാത്തിയാണ്. കഴിച്ച് വയറ് ഫുള്ളായി. പിന്നെ അവൻ കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് പ്ലേറ്റിൽ നിന്ന് ബാക്കിയുള്ളതും കൂടെ കഴിക്കുകയാണ്. പിന്നെ വൈകേൻ്റെ അവസ്ഥ കണ്ടില്ലേ, അവളൊന്നും കൊടുക്കത്തില്ല. ചിക്കൻ്റെ എന്തെങ്കിലും ഒരിതുണ്ടെങ്കിലും അവളെടുക്കും. അപ്പോഴേക്കും ഞങ്ങളുടെ ജ്യൂസൊക്കെ എത്തി. ഞങ്ങൾ വാട്ടർമെലൺ ജ്യൂസും ലൈം സോഡയും പിന്നെ എനിക്കും കുഞ്ഞിനും ഐസ്ക്രീമായിരുന്നു. ബട്ടർ സ്കോച്ച് പിന്നെ എൻ്റെ ഒരു ഫേവററ്റാണ്. എവിടെ പോയാലും ഞാൻ ബട്ടർ സ്കോച്ചേ കഴിക്കും. അങ്ങനെ അതെല്ലാം കഴിച്ച് വൈക കണ്ടില്ലേ തളർന്നിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ബില്ലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത ബില്ല് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവർ ബില്ല് വരെ വളരെ ഡിലേ ആക്കി. അങ്ങനെ പിന്നെ ഐസ്ക്രീമൊക്കെ അതിൻ്റെ രുചിയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കറണ്ട് പോയി. അങ്ങനെ ഇരുട്ടത്തിരുന്ന് ഞങ്ങൾ ഐസ്ക്രീമും ഒക്കെ തിന്ന് അവരപ്പോൾ പറഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം ബില്ല് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിഞ്ഞിട്ടും കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ലിച്ചിനെ കണ്ടു. അങ്ങനെ അവരുടെ കുശലം പറഞ്ഞെല്ലാം കഴിഞ്ഞ് വീണ്ടും വെയിറ്റിങ്ങിലാണ്. ഗൈസ്, ബില്ല് വന്നിട്ടില്ല. അങ്ങനെ കുഞ്ഞിനെ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഓടിച്ചാടി വീഴരുത്, സൂക്ഷിക്കണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബില്ലെത്തി. അഫോർഡബിളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവാണ്. യു ക്യാൻ സീ ആൻ ഏലിയൻ ദെയർ. വലിയ ഹെൽമെറ്റൊക്കെ വെച്ച് പോവാണ്. എവിടോട്ടാണെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അവന് വീണ്ടും കറങ്ങാൻ പോകണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞു. ബൈ.